എബ്രായ ലേഖനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോയാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: കർത്താവിൻ്റെ കൈകളുടെ പ്രവൃത്തി എന്താകുന്നു? ഉത്തരം: ആകാശം. എബ്രായർ 1:10. അടുത്ത ചോദ്യം: കർത്താവ് തൻ്റെ ശുശ്രൂഷകന്മാർ ആക്കുന്നത് ആരെയാണ്? ഉത്തരം: അഗ്നിജ്വാലയെ. എബ്രായർ 1:7. അടുത്ത ചോദ്യം: എബ്രായർക്ക് എഴുതിയ ലേഖനം ഏത് വാക്കോടുകൂടിയാണ് ആരംഭിക്കുന്നത്? ഉത്തരം: ദൈവം. എബ്രായർ 1:1. അടുത്ത ചോദ്യം: ആരാണ് രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ? ഉത്തരം: ദൂതന്മാർ. എബ്രായർ 1:13-14. അടുത്ത ചോദ്യം: ആകാശത്തെയും ഭൂമിയെയും എന്തുപോലെ ചുരുട്ടും? ഉത്തരം: ഉടുപ്പുപോലെ. 1:10-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: യേശുവിനെ എന്തൊക്കെ അണിഞ്ഞവനായാണ് നാം കാണുന്നത്? ഉത്തരം: മഹത്വവും ബഹുമാനവും. 2:9. അടുത്ത ചോദ്യം: എന്താണ് സകല വാദത്തിൻ്റെയും തീർച്ച? ഉത്തരം: ആണ. എബ്രായർ 6:16. അടുത്ത ചോദ്യം: ജീവപര്യന്തം എന്തിനാൽ അടിമകളായിരുന്നവരെ ഒക്കെയുമാണ് വിടുവിച്ചത്? ഉത്തരം: മരണഭീതിയാൽ. 2:15. അടുത്ത ചോദ്യം: അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്ന് എന്താണ് പ്രാപിച്ചത്? ഉത്തരം: വാഗ്ദത്ത വിഷയം. 6:15. അടുത്ത ചോദ്യം: പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് എന്തു വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു? ഉത്തരം: ഹിതമായ സസ്യാദികളെ. 6:7. അടുത്ത ചോദ്യം: നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ ആരാണ്? ഉത്തരം: പാൽ കുടിക്കുന്നവൻ. 5:13. അടുത്ത ചോദ്യം: ദൈവത്തിൻ്റെ ജനത്തിന് ശേഷിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം: ഒരു ശബ്ബത്ത് അനുഭവം. 4:9. അടുത്ത ചോദ്യം: എത്രാം ദിവസമാണ് ദൈവം തൻ്റെ സകല പ്രവർത്തികളിൽ നിന്നും നിവൃത്തനായത്? ഉത്തരം: 7-ാം നാളിൽ. എബ്രായർ 4:4. അടുത്ത ചോദ്യം: ആരാണ് തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ? ഉത്തരം: യേശു. 3:2. അടുത്ത ചോദ്യം: ആരെ സംരക്ഷണ ചെയ്യുവാനാണ് യേശു വന്നത്? ഉത്തരം: അബ്രഹാമിൻ്റെ സന്തതിയെ. 2:16. അടുത്ത ചോദ്യം: ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തൻ ആരായിരുന്നു? ഉത്തരം: മോശെ. 3:2. അടുത്ത ചോദ്യം: 40 ആണ്ട് ആരോടാണ് ക്രുദ്ധിച്ചത്? ഉത്തരം: പാപം ചെയ്തവരോട്. 3:17. അടുത്ത ചോദ്യം: കേട്ടവരിൽ എന്തായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല? ഉത്തരം: വിശ്വാസമായി. 4:2. അടുത്ത ചോദ്യം: മുമ്പേ സദ്വർത്തമാനം കേട്ടവർ എന്ത് നിമിത്തമാണ് പ്രവേശിക്കാതെ പോയത്? ഉത്തരം: അനുസരണക്കേട് നിമിത്തം. 4:6. അടുത്ത ചോദ്യം: നമുക്കുള്ള മഹാപുരോഹിതൻ എന്തൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു? ഉത്തരം: പാപം. 4:15. അടുത്ത ചോദ്യം: തന്നെ അനുസരിക്കുന്ന ഏവർക്കും എന്തിൻ്റെ കാരണഭൂതനായി തീർന്നു? ഉത്തരം: നിത്യരക്ഷയുടെ. 5:9. അടുത്ത ചോദ്യം: നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള എന്തിനെ വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാനാണ് ശ്രമിക്കേണ്ടത്? ഉത്തരം: ആദ്യവചനം. 6:2. അടുത്ത ചോദ്യം: മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാൽ
ഇതിൻ്റെ അവസാനം എന്താണ്? ഉത്തരം ചുട്ടുകളക. 6:8. അടുത്ത ചോദ്യം, കർത്താവായ യേശുക്രിസ്തുവിന് പറഞ്ഞിരിക്കുന്ന വേറൊരു പദം ഏതാണ്? ഉത്തരം രക്ഷാനായകൻ. 2:10. അടുത്ത ചോദ്യം, ലോകം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നാണ് നാം വിശ്വാസത്താൽ അറിയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ വചനത്താൽ. എബ്രായർ 11:3. അടുത്ത ചോദ്യം, എവിടെയാണ് അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നത്? ഉത്തരം രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിൽ. 9:3. അടുത്ത ചോദ്യം, ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചവൻ ആരാണ്? ഉത്തരം ഹാനോക്ക്. 11:5. അടുത്ത ചോദ്യം, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ എന്താണ് ആവശ്യം? ഉത്തരം സഹിഷ്ണുത. 10:36. അടുത്ത ചോദ്യം, ആരാണ് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വന്നത്? ഉത്തരം അബ്രഹാം. 7:12. അടുത്ത ചോദ്യം, ലേവി പുത്രന്മാരിൽ ആർക്കാണ് ന്യായപ്രമാണപ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുള്ളത്? ഉത്തരം പൗരോഹിത്യം ലഭിക്കുന്നവർക്ക്. 7:5. അടുത്ത ചോദ്യം, എവിടെ നിന്നാണ് നമ്മുടെ കർത്താവ് ഉദിച്ചത്? ഉത്തരം യഹൂദയിൽ നിന്ന്. 7:14. അടുത്ത ചോദ്യം, എന്താണ് കർത്താവ് സ്ഥാപിച്ചത്? ഉത്തരം സത്യകൂടാരം. 8:2. കൂടാരത്തിൻ്റെ ആദ്യ ഭാഗത്തുണ്ടായിരുന്നത് എന്തെല്ലാമാണ്? ഉത്തരം നിലവിളക്കും മേശയും കാഴ്ചയപ്പവും. 9:2. അടുത്ത ചോദ്യം, പുരോഹിതന്മാർ നിത്യം ശുശ്രൂഷ കഴിക്കുന്നത് എവിടെയാണ്? ഉത്തരം മുൻകൂടാരത്തിൽ. 9:6. അടുത്ത ചോദ്യം, നിയമം സ്ഥിരമാക്കുന്നത് എപ്പോഴാണ്? ഉത്തരം മരിച്ച ശേഷം. 9:17. അടുത്ത ചോദ്യം, ആരാണ് ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടവൻ? ഉത്തരം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ. 11:6. അടുത്ത ചോദ്യം, ആരാണ് ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീരുന്നത്? ഉത്തരം നോഹ. 11:7. അടുത്ത ചോദ്യം, യോസഫ് മരിപ്പാറായപ്പോൾ എന്തിനെക്കുറിച്ചാണ് കൽപ്പന കൊടുത്തത്? ഉത്തരം തൻ്റെ അസ്ഥികളെക്കുറിച്ച്. 11:22. അടുത്ത ചോദ്യം, മോശ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ ആചരിച്ചത് എന്തൊക്കെയാണ്? ഉത്തരം പെസഹയും ചോരത്തളിപ്പും. 11:28. അടുത്ത ചോദ്യം, എന്താണ് വരുവാനുള്ള നന്മകളുടെ നിഴൽ? ഉത്തരം ന്യായപ്രമാണം. എബ്രായർ 10:1. അടുത്ത ചോദ്യം, ആരാണ് പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചത്? ഉത്തരം യേശു. 10:12. അടുത്ത ചോദ്യം, മൃഗം, ചാരം ഈ വാക്കുകൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം പശുഭസ്മം. മൃഗം പശു, ചാരം ഭസ്മം. 9:13. അടുത്ത ചോദ്യം, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, പിന്നെ ആരാണ്? ഉത്തരം കൗലുടയന്മാർ. 12:8. അടുത്ത ചോദ്യം, യേശു എന്തിൻ്റെ വലത്തുഭാഗത്താണ് ഇരിക്കുന്നത്? ഉത്തരം ദൈവസിംഹാസനത്തിൻ്റെ. 12:2. അടുത്ത ചോദ്യം, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടവൻ ആരാണ്? ഉത്തരം ഏശാവ്. 12:17. അടുത്ത ചോദ്യം,
ജീവനുള്ള ദൈവത്തിൻ്റെ നഗരം ഏതാണ്? ഉത്തരം സ്വർഗീയ യെരൂശലേം. 12:22. അടുത്ത ചോദ്യം, ആരെ നിരസിക്കാതിരിപ്പാനാണ് നോക്കേണ്ടത്? ഉത്തരം അരുളി ചെയ്യുന്നവനെ. 12:25. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്? ഉത്തരം വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ. 13:9. അടുത്ത ചോദ്യം, യേശു കഷ്ടമനുഭവിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം നഗരവാതിലിന് പുറത്തു വെച്ച്. 13:12. അടുത്ത ചോദ്യം, ആരാണ് തടവിൽ നിന്ന് ഇറങ്ങിയത്? ഉത്തരം തിമോത്തിയോസ്. 13:23. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.